ഭാര്യ പോയപ്പോ ഭർത്താവ് ഭയങ്കര ആലോചനയിലാണല്ലോ. സങ്കടാവും. അല്ല, ഇവനല്ലേ ഇപ്പൊ നേരം വിളിച്ചിരുന്ന അവൾക്ക്. അല്ല അഫ്സലേ, എന്തായി? എൻ്റെ ഭാര്യ ഫോൺ എടുത്താ? അല്ല, ഇങ്ങോട്ട് വരാനുള്ള വല്ല തീരുമാനം ഉണ്ടോ അവൾക്ക്? അഹങ്കാരം കൊണ്ട് ഇവിടുന്ന് പോയതാണല്ല. അഹങ്കാരം മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, തന്നിഷ്ടം. എങ്ങനെ എൻ്റെ പെണ്ണുങ്ങളെ ഇച്ചും കൊണ്ടേ കൊടുന്നിക്കണെന്നുള്ള ബോധേ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ. അതാണല്ലോ മഹർ ഊരിച്ചിങ്ങാട് പോയത്, അന്നെ നാണം കെടുത്താനായിട്ട്. അപ്പൊ ആരെ നാണം കെട്ടത്? ഈ എന്നല്ലേ, ഞങ്ങളാരുമല്ലല്ലോ. സെറീന, മിണ്ടരുത് നീ. അവളിവിടെ മഹറായിട്ട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയും കൂടിയാ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ. എന്ത് സൗകര്യ നീയൊക്കെ വീട്ടിലെ പെണ്ണിന് കൊടുത്ത്? ശ്വാസം മുട്ടിച്ചില്ലേ പാവത്തിന്? മോനെ ഇജേ ഓളങ്ങനെ ന്യായീകരിക്കണ്ട. സർവ്വസാധാരണയാണ് നാത്തുമാർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കൊക്കെ. ചിലപ്പോ ഇവള് പറഞ്ഞത് ഓൾക്ക് പറ്റില്ല, ഓള് പറഞ്ഞത് ഇവൾക്ക് പറ്റില്ല എന്നൊക്കെ വരും. അതിന് ചെല്ലിങ്ങാണ്ടേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ എൻ്റെ പെണ്ണുങ്ങൾ ഇവിടുന്ന് പെട്ടിയും കിടക്ക് കൊടുത്തുങ്ങാണ്ട് പോക്കാണ്. അത് ഇജ്ജ് കെട്ടി മഹർ ഊരി വെച്ചുങ്ങാണ്ടല്ലേ ഓള് ഇവിടുന്ന് പൊയ്ക്കണത്. ഇജ്ജ് അങ്ങനെ ഓളെ ഇവിടുന്ന് ന്യായീകരിക്കൊന്നും വേണ്ട. ഈ പെരയില് നടന്ന മരിക്കണ്ടല്ല ഒരു പെരയിലും നടക്കൂല. ഇതിനൊക്കെ എന്റെ മകന്റെ പോരായ്മ തന്നെ ഞാൻ പറയുള്ളൂ. എന്താപ്പത്? ഇജോളെ അടിക്കും പോലും ചെയ്ത് എൻ്റെ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട്. ഇതൊക്കെ നാട്ടുകാരും കുടുംബക്കാരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറച്ചില് തേക്കാരാ. ഷെറീന വന്ന് 1-2 പറഞ്ഞ് ഓൾ അങ്ങോട്ട് തെറ്റി പറഞ്ഞയച്ചിന്ന്. ഇന്റെ കുട്ടിന്റെ മേത്തക്കല്ലേ പേര് വരിക. അല്ലെങ്കിലും ഓളെ കെട്ടിക്കൊടുന്ന മുതൽക്കേ എൻ്റെ ഭാവങ്ങളും ഇവരോടുള്ള സ്വഭാവങ്ങളും ഒക്കെ മാറ്റം തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ, ഇങ്ങക്കെങ്കിലും കുറച്ച് സ്നേഹത്തോടെ അവളോട് പെരുമാറാനും. ഓളമ്മാനെയും കുടുംബമൊക്കെ വിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നൊരു പെൺകുട്ടിയല്ലേ ഉമ്മ. ഓക്കിത്തിരെങ്കിലും ഒരു സുരക്ഷിതത്വം ഇവിടെ തോന്നണ്ടേ? പിന്നെ ഞാനവളെ വിളിച്ചിട്ടുണ്ട്, നാളെ വരുമോ നോക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിലേ അവൾക്ക് കൊള്ളാം. ഇന്നെ അടിച്ചതൊന്നേ ഞാൻ മറന്നിട്ടില്ല. ഒരു പെണ്ണിനു വേണ്ടിയിട്ടേ ഇങ്ങനെ മാറുന്നുള്ളതേ ഒരിക്കലും ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. ഇന്നലെ ഇന്നെ അടിച്ച്, നാളെ ഇന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കൂലെന്ന് എന്താ ഉറപ്പ്? അതാൻ്റെ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട്. ഉമ്മ, നിങ്ങൾ ഓളെയും കൂട്ടി പോവാൻ നോക്കുന്നുണ്ടോ? അന്ന് ശരിയാ എനിക്ക് കിട്ടിയ ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ ഇനിയും കൊടുക്കും ഞാൻ. നോക്ക്, ഇന്റെ ആളിങ്ങോട്ട് പോരാ. എൻ്റെ ആങ്ങളോടെ വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം നനങ്ങാണ്ടേ നിർദ്ദലയിൽ കയറ്റി വെച്ച് നടക്കുകയാണല്ല. ഇങ്ങോട്ടിട്ട് പോരാ. ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. ഇതിന്റെ ഒക്കെ ഭവിഷ്യത്തെ ഉമ്മാരുടെ കുട്ടിക്ക് മനസ്സിലാവാൻ കൊടുക്കണുള്ളൂ. ആദ്യം നനങ്ങാണ്ട് വന്നിക്കണം. നമുക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടോ? നമുക്ക് എൻ്റെ പൊന്നറ പെണ്ണുങ്ങൾക്കും ഇങ്ങോട്ട് വരട്ടെ. മൂത്താപ്പയാണല്ല. ഈ മൂത്തമ്മ പറഞ്ഞതിന്റെ ബാക്കി പറയാനാണോ? മൂത്തമ്മ വിളിച്ച് പറഞ്ഞിട്ടാണോ ഞാൻ നാളെ അങ്ങോട്ട് പോവാന്നുള്ളത്? ഹലോ മൂത്താപ്പ. അഫ്സലിന്റെ വീട്ടിൽ നിന്ന് വന്നത് എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു. എൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷം എൻ്റെ ഉപ്പാന്റെ സ്ഥാനത്ത് നിന്ന് അഫ്സലിന്റെ കൈ പിടിച്ചു കൊടുത്തത് ഈ മൂത്താപ്പ. നേര് പറയും, എന്താ ഉണ്ടായത്? എന്നെ വല്ലതും ഉപദ്രവിച്ച? ഇല്ല മൂത്താപ്പ, ഇക്ക പാവാണ്, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവിടുത്തെ ഉമ്മയും മൂത്ത നാത്തൂന് ഷെറിയും കൂടി എന്നിട്ട് ദ്രോഹിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടണ പോലെ തോന്നുന്നത് അവിടെ നിൽക്കുമ്പോൾ. ഇമ്മാനി എല്ലാവരും പറഞ്ഞപ്പോഴേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മൂത്താപ്പ. അതാ ഞങ്ങോട്ട് പോകുന്നത്. പക്ഷെ പോരുമ്പോണ്ടല്ല
ഇക്ക കെട്ടിത്തന്ന മഹറ് ഞാൻ അവിടെ ഒരിച്ച് പോന്ന്. ആ മോളെ, ആദ്യേ ഇജ്ജ് ചെയ്തത് വലിയൊരു തെറ്റാണ്. ദേഷ്യം വന്നാൽ ഇട്ടേച്ച് പോരാന്നുള്ളത് എൻ്റെ പണ്ടേക്കേ ഉള്ള സ്വഭാവം. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വെറും കുട്ടിക്കളിയല്ല. ജി ഈ മൂത്താപ്പ പറഞ്ഞത് മനസ്സിരുത്തിയാണ് കേൾക്കണം. ഭർത്താവിൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണശാലയാണ്. അവിടെ അന്നെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, അന്നെ കുറ്റപ്പെടുത്തുന്നവരും അന്നെ പരീക്ഷിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ മൂത്താപ്പ, ഇന്ന് മാത്രം എന്തിനാ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇക്ക് ഷെറി പറഞ്ഞത് കേട്ടിട്ടേ മിണ്ടാതെ നിൽക്കാൻ തോന്നിയില്ല. എങ്ങനെ ഇതൊക്കെ പാടെ കേട്ടിട്ട് ഞാൻ സഹിച്ചവിടെ നിൽക്കല്? നിങ്ങളെന്നെ പറയും മൂത്താപ്പ, എല്ലാരും ഇന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മോളെ, നീ തിരിച്ച് പ്രതികരിച്ചപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വലുതായത്. ഇജ്ജൊരു കാര്യം ഓർക്കണം, അഫ്സൽ അന്നെ വീട്ടിലാക്കി പോയപ്പോഴല്ലേ ഇജ്ജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? അന്നെ വിശ്വസിച്ച് വീട്ടിൽ നിർത്തി എൻ്റെ ഭർത്താവിനോട് ഇജ്ജ് കാണിച്ചത് വലിയ ചതിയാണ്. സ്വന്തം ഭർത്താവിനോട് ഒരു വാക്ക് പോലും പറയാതെ എങ്ങനെ ഇറങ്ങിപ്പോരാൻ തോന്നി കുട്ടിയെ ഇറങ്ങി? മൂത്താപ്പ, അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. അല്ലെങ്കിൽ പോരൂലായിന്ന്. അതൊന്നും ഒരു ന്യായീകരണമല്ല. അതിനേക്കാൾ വലിയ തെറ്റാണ് നീ ആ മഹർ ഊരി വെച്ചത്. മഹർ എന്ന് പറയുന്നത് വെറും ഒരു സ്വർണ്ണക്കഷ്ണല്ല. അത് ഭർത്താവും തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനം. അതുകൂടാതെ അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള സുരക്ഷയും. അതവിടെ ഊരി വെച്ച് പോരുമ്പോൾ ഈ അഫ്സലിൻ്റെ അഹങ്കാരത്തല്ല ഉപയോഗിച്ചത്, മറിച്ച് അന്നെ ജീവനായി കാണുന്ന ഓൻ്റെ നല്ല മനസ്സിനാണ്. അവന് നിന്നെ വിളിച്ച് നാളെ വരാൻ പറഞ്ഞില്ലേ? പറഞ്ഞു മൂത്താപ്പ. ഇക്ക വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാന്. പക്ഷെ ഒറ്റക്ക് കയറി ചെല്ലാന് ഒരു നാണക്കേടും പേടിയൊക്കെ. ഇക്കാന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ വരൂലെന്നും പറഞ്ഞ് എന്നോട് ഒറ്റക്ക് ചെല്ലാനാ പറഞ്ഞത്. അതാണ് നിനക്ക് തെറ്റിയ ചിന്ത. ഒരു പെണ്ണ് വാശി കാണിച്ച് സ്വന്തം ഭർത്താവിനെ തോൽപ്പിക്കാൻ നോക്കരുത്. ഭർത്താവിനെ തോൽപ്പിച്ച് നേടുന്ന ഒരു വിജയവും ഒരു പെണ്ണിനും ജീവിതത്തിൽ ഒരിക്കലും സമാധാനം തരില്ല. തെറ്റ് പറ്റിയ ഭാഗത്തുനിന്ന് നമ്മൾ സ്വയം തിരുത്തി ആത്മാഭിമാനത്തോടെ തിരിച്ചു ചെല്ലുന്നതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അന്തസ്സും വിജയവും. നീ അഫ്സലിന്റെ സ്നേഹത്തെ ഇങ്ങനെ പരീക്ഷിക്കരുത്. ചിലപ്പോ അന്റെ ഈ വാശി കാരണം ആ പാവൻ ചെക്കൻ്റെ മനസ്സ് മടുത്തു പോയാൽ പിന്നെ കാരണം ഒരു കാര്യം. ആ മൂത്താപ്പ, ഇക്കാനെ നഷ്ടപ്പെടുത്താൻ വയ്യ. അതൊരു പാവാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മൂത്ത നാത്തൂനും ഉമ്മയും എങ്ങനെ ഇപ്പം മൂത്താപ്പാനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരിക? അവളെ മുന്നിൽ ഞാൻ എങ്ങനെ മൂത്താപ്പ പിടിച്ചു നിൽക്കല്? നീ തലയുറക്കി നിൽക്കേണ്ടത് വഴക്കിട്ടിട്ടല്ല മോളെ, അന്റെ സ്നേഹവും ക്ഷമയും കൊണ്ടാണ്. നീ നാളെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഊരി വെച്ച മഹർ എടുത്താണ് എന്നിട്ട് അന്നെ കുറ്റപ്പെടുത്തിയവരെ മുന്നിൽ ഈ കൂടുതൽ സ്നേഹത്തോടെ ഉത്തരവാദിത്വത്തോടെ ജീവിച്ചു കാണിക്കണം. അപ്പോ അന്നെ കുറ്റപ്പെടുത്തിയ നാത്തൂൻ്റെയും ഉമ്മാൻ്റെയും തല സ്വയം താവും. വാശി കൊണ്ട് ഒരു പെണ്ണിനും ഒരു കുടുംബവും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല മോളെ. സ്നേഹവും വിട്ടുവീഴ്ചയും കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഈ മൂത്താപ്പാക്ക് അന്റെ ജീവിതം തകരുന്നത് കാണാൻ പറ്റ വിട്ടേ.
നീ നാളെ തന്നെ അങ്ങോട്ട് പോ. ആ, ഇത് മൂത്താപ്പാന്റെ അപേക്ഷയല്ല. ഞാൻ പറഞ്ഞത് ഇജ്ജ് കേട്ടേ പറ്റൂ. ആ ശരി മൂത്താപ്പ, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പോവാ. ഇവിടെ മൂത്തമ്മ ഉണ്ടല്ലോ, മൂത്തമ്മ എന്നോട് പറഞ്ഞ് നാളെ അങ്ങോട്ട് പോവാന്. പക്ഷെ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് സഹിക്കണില്ല. അതാണ് എൻ്റെ നല്ല മോള്. പടച്ചു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ധൈര്യമായിട്ട് കുയിക്കണ്ട മോള്. എന്നാ പിന്നെ മൂത്താപ്പ വിളിക്കാം. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. പഠിച്ചോനെ, ഞാൻ ഈ നാളെ രാവിലെ പോകുമ്പോ എന്തേക്കാരാ വീട്ടിലത്തെ അവസ്ഥ. ഏത് നേരത്താണ് അവർക്ക് അവിടുന്ന് ആ വാശിക്ക് ഇറങ്ങി പോരാൻ തോന്നിയത്. തമ്പുരാട്ടല്ല രാവിലെ തന്നെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നത്. അഫ്സൽ പോകുമ്പോ പറഞ്ഞിരുന്നല്ലോ ആദ്യം രാവിലെ വരും എന്നുള്ളത്. എന്താവും എൻ്റെ പറച്ചില്. ഓളും കൊണ്ട് വരുമോ, ഇനി ഇമ്മ ഒന്നും പറയാൻ നിൽക്കണ്ടാന്ന്. ചെക്കനക്ക് ഇപ്പൊ ഉമ്മാനും വേണ്ട പെങ്ങന്മാരും വേണ്ട, വെറും ആദ്യം മതി. ഇമ്മ ഇന്ന് രാവിലെ പോകുമ്പോഴേ അഫ്സൽ പറഞ്ഞില്ലേ ആദ്യം ഇങ്ങോട്ട് വരും എന്നുള്ളത്. എന്നിട്ട് അവിടെ കാണാനില്ലല്ലോ. ഞാനും കരുതിയേ ആ നാശം ഇങ്ങോട്ട് വരൂലാന്ന്. എവിടെ, സ്വപ്നം കണ്ടതൊക്കെ വെറുതെയാണ്. അതിനും വേണ്ടിയിട്ടായിരുന്നു 1, 2 പറഞ്ഞാണ്ടേ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. പോവാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. അഫ്സലിൻ്റെ അടുന്ന് അടി കിട്ടിയാലെന്താണ്, ആ നാശം ഇവിടുന്ന് പോയിന്ന് വിചാരിച്ച്. പക്ഷെ ഒക്കെ വെറുതായി. അട്ടൻ്റെ മാരെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അഫ്സലിനെ. പോണിയല്ല നാശം. ആഹാ, വന്നല്ല തമ്പുരാട്ടി. ഇമ്മ അസ്സലാമലൈക്കും. ആഹാ, വന്നല്ല ഞമ്മളെ വീട്ടിലെ തമ്പുരാട്ടി. ഇമ്മ നോക്കി, എന്തൊരു ചങ്കൂറ്റാ നോക്കി. ഒരു നാണില്ലാതെ ഭർത്താവ് കെട്ടിയേ മഹർ ഉരിച്ചുകാണ്ടേ ഇറങ്ങി പോയതല്ലേ, എന്നിട്ട് ഒരു നാണില്ലാതെ അങ്ങോട്ട് കേറി വന്നിക്കണ്. വല്ലാത്തൊരു ചങ്കൂറ്റാലമ്മ നമ്മളെ അഫ്സലിന്റെ പെണ്ണിന്. ഇതിനാണ് മോളെ തന്തയില്ലാത്തെ വളർത്തു ദോഷം എന്ന് പറയണത്. അഫ്സൽ പുറത്ത് പോയപ്പോഴേ ഇങ്ങണ്ടേ പാത്തും പതുങ്ങിയേ കേറി വന്നത് കണ്ടില്ലേ. അല്ല ഇപ്പൊ അഫ്സൽ പുറത്ത് പോകുമ്പോ നമ്മളോട് പറഞ്ഞിരുന്ന ആദ്യം ഇന്ന് വരും എന്നുള്ളത്. എവിടെ, ഓന് തന്നെ വിളിക്കാൻ പോവാതായപ്പോഴേ താനങ്ങോട്ട് പത്തി മടക്കി വന്നിക്കാണ്. പിന്നെ അതല്ലേ മോളെ, ഓരോ പെരയിലേ തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാവൂല. അപ്പൊ താനങ്ങോട്ട് പത്തി മടക്കി വരില്ലാതെ മാർഗയ്യല്ലോ. 2 ആഴ്ചെങ്കിൽ 2 ആഴ്ച നമ്മളോടെ നല്ലോണേ തിന്നിട്ടേ കൊഴുത്തിട്ടേ ഇറങ്ങി പോയതല്ലേ. അപ്പൊ അതേമാതിരി കൊഴുപ്പേ സ്വന്തം പെരയെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ താനങ്ങോട്ട് വന്നതാണ്. എന്തേന്ന് ആ ഇറങ്ങി പോകുമ്പോഴുള്ള അഹങ്കാരം. ഞാനും കരുതിമ്മ ആ പോക്ക് കണ്ടപ്പോ ഇനി വഴിക്ക് വരൂലെന്നുള്ളത്. എവിടെ, ഇമ്മ എന്നെ വളർത്തിയതേ എൻ്റെ ഉമ്മയും ഇപ്പിയും മൂത്താപ്പിയും മൂത്തമ്മയും എല്ലാരും കൂടിയിട്ട് തന്നെയാണ്. ഇപ്പൊ മരിച്ചപ്പോഴേ പിന്നെ എന്നെ വളർത്തിയ മൂത്താപ്പിയും മൂത്തമ്മയും എൻ്റെ ഉമ്മയും കൂടിയും തന്നെയാണ്. നല്ല അന്തസ്സായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. എൻ്റെ വീട്ടില് തിന്നാനോ കുടിക്കാനോ ഒന്നും ഇല്ല. ആദ്യം വന്ന ഇങ്ങള് മോനെ വിളിച്ചിട്ടാണ് ഞങ്ങോട്ട് വന്നത്. മോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞങ്ങോട്ട് വന്നു. നിങ്ങള് രണ്ടും കളിച്ചിട്ടാണല്ലോ. ആദ്യം ഈ വന്ന ഞാൻ ഇന്നലെ ഇക്കാനോട് പറഞ്ഞതാണ് അന്നെ വിളിച്ചങ്ങോട്ട് കൊണ്ടുവരാന്. എവിടെ, ഇക്ക കേൾക്കണ്ടേ. ഇവിടെ ഇല്ലാഞ്ഞിട്ടേ ഒരു ഉഷാറുണ്ടായിരുന്നില്ല. ഇവിടെ വീട് ഉറങ്ങിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വന്നതിൻ്റെ ശേഷേ ഇക്ക ഇവിടെ ഒരു കമ്പനിക്ക് ആളായിരുന്നല്ല. ഇന്നലെ പോയപ്പോഴേ എന്തോ പോലെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇക്കാനോട് അന്നെ കൊണ്ടുവരാന്. എവിടെ, ഇക്ക പറഞ്ഞതേ ഓള് രാവിലെ ഇങ്ങോട്ട് വരുമെന്നാണ്. പക്ഷെ ഇക്കന്നെ തിരിപ്പിക്കാൻ വേണ്ടി പറയാന്നാ കരുതിയത്. പിന്നതേ
എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഈ വീട്ടിൽ വരാനിക്കുമ്മ ആരും സമ്മതം നോക്കണ്ട. ഇക്ക കെട്ടി തന്ന മഹർ ഞാൻ അവിടെ ഊരച്ചിന്ന് അത് തെറ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്തുള്ള തെറ്റാണ്. അത് ഞാൻ സമ്മതിച്ചു. അത് ചൊല്ലിയിട്ടേ ഇതിൻ്റെ ഭർത്താവിൻ്റെ വീടല്ലാതാവൂലല്ലോ. മഹർ ഊരച്ചിക്കണമെന്ന് കരുതിയിട്ടേ ഞാൻ ഇന്ത്യക്കും തമ്മിലുള്ള ബന്ധം പിരിയൂല്ല. ഇല്ലല്ലോ ചെറിയ ഓ അതിൻ്റെ കൂട്ടുകാരത്തി പൊന്നോ ഒരു നാത്തൂനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ ഈ മകൾക്ക് മാത്രം എന്താണ് അത്രക്കൊരു റീനോ എനിക്ക് കുറച്ച് കൂടുണ്ട്. ഞാനും ഇവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു നാത്തൂൻ സൽക്കാരം. എടി അന്നെങ്ങനെ കയ്യിലെടുക്കാനേ ഇവളെ എനിക്ക് എന്തും മരുന്നാടി കലക്കി തന്നിക്കണത്. ഒരു നാത്തൂൻ സ്നേഹം കൊണ്ട് തന്നിക്കണോള്. ശരിയേ എനിക്ക് എന്തിൻ്റെ കേടാണ് എല്ലാം അറിയാൻ പാടി ഞാനൊരു ചോദിക്കാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുള്ളല്ല, അതോ ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഈ ഇങ്ങനെയൊക്കെ പറയണത്? അതേതായാലേ ഉണ്ടാവില്ല. എൻ്റെ ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഏതായാലും ഇനി ഉണ്ടാവില്ല ശരിയ. പിന്നെ റിനുവിന് എന്നോട് സ്നേഹം ഉണ്ടായിട്ടേ അവളിന്നെ കണ്ടപ്പോൾ ഓടി വന്നത്. ഞാൻ പിന്നെ ആർക്കും വശത്താക്കാനേ ഒന്നും കലക്കി കൊടുത്തിട്ടില്ല. അതല്ല എൻ്റെ സ്വഭാവം. ആ പിന്നെ ചെറിയമ്മ, എൻ്റെ ഈ വീട്ടിലത്തെ അവകാശം ഉണ്ടല്ല, അതെന്താന്നുള്ളതേ എനിക്ക് നല്ലോണം അറിയാം. ആ രീതിക്ക് ഞാൻ ഇനി മുതലേ പെരുമാറുള്ളൂ. ടമ്മ ചെറിയ ഞാൻ അകത്തേക്ക് പോട്ടെ. അല്ല ഞാൻ അകത്തേക്ക് പോവണ്ട, ഇവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിലേ ഇമ്മ അഫ്സലിക്കാക്കൊന്ന് വിളിച്ചു നോക്കി. ശരി ഈ വേണമെങ്കിൽ വിളിച്ചു നോക്കി, അല്ലെങ്കിൽ ഇമ്മ അഫ്സലിക്കാക്കൊന്ന് വിളിച്ചു നോക്കി. ഇന്നെ അകത്ത് കയറ്റണോ കയറ്റണ്ടേ എന്നുള്ളതേ അഫ്സലിക്ക പറഞ്ഞുതരും. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിക്കാന്ന് പറഞ്ഞത് ഇതിനൊക്കെ തന്നെയാണ്. റീന വാടി. ഇന്നെ കണ്ടപ്പോൾ മുതൽക്കേ ഇമ്മി ചെറിയ നിന്ന് വയർക്കാൻ തുടത്തിയാണ്. എന്ത് കാര്യത്തിനാന്നുള്ളതേ എനിക്കറിയില്ല. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിട്ട് ചെറിയ എന്നിട്ട് നമുക്ക് സംസാരിക്കാം. തമ്മ അല്ല മോളെ, എൻ്റെ നാത്തൂനിക്കിപ്പോ എന്തൊക്കെയോ രണ്ടും കൽപ്പിച്ചിട്ടാ തോന്നണല്ലോ ഇങ്ങോട്ട് വന്നിക്കണത്. നല്ല മാറ്റമുണ്ടല്ലോ. മറ്റേത് നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടാമ്പൂച്ചൻ്റെ മാരെ ഇങ്ങനെ നിൽക്കണാണല്ല. ഇതിപ്പോൾ എന്താ പറ്റി? ഓളെ ഈ വരവ് കണ്ടിട്ടൊക്കെ തോന്നണതേ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാ തോന്നണേ. ഇവള് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഉമ്മ. ഇവള് ഈ പോക്ക് പോവാന്നുണ്ടെങ്കിൽ ഇവളെ എൻ്റെ കൈകൊണ്ട് തന്നെ ഒരു വിധാവും. ഇവളെ ഞാനേ മൂക്കൊണ്ട് ക്ഷ അണ്ണ അപ്പാന്നൊക്കെ ഇവിടെ വരപ്പിക്കും. നോക്കിക്കോണ്ടി. ആദ്യം ഈ പോയപ്പോണ്ടല്ല അഫ്സലിക്കാക്കേ നല്ലോണം സങ്കടമായി. പിന്നല്ലേ ആ ദേഷ്യത്തില് ഷെറിനെ അടിക്കും ചെയ്ത്. ഇവിടെ ഭയങ്കര യുദ്ധമായിരുന്നു ഇമ്മയും അഫ്സലിക്കയും ഷെറിയും കൂടി. ഇപ്പൊ പിന്നെ അഫ്സലിക്കാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്. അങ്ങനെ വിളിച്ചു കൊണ്ടുവരാൻ വരെ അഫ്സലിക്കാനോട് പറഞ്ഞ്. അഫ്സലിക്ക കേൾക്കണ്ടേ? അഫ്സലിക്ക എന്താ പറഞ്ഞതെന്നറിയോ? പോയ പോലെ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളത്. എന്ത് മറിമായാണ് അഫ്സലിക്ക ഫോണിൽ കൂടെ എനിക്ക് തന്നത്. എൻ്റെ കാക്കേ കുറച്ചൊക്കെ സങ്കടമുള്ളതേ നല്ലതാണ്. ഷെറിക്ക് ഒരടിൻ്റെ കുറവുണ്ടായിരുന്നു. അത് നല്ലതാണ് കിട്ടണത്. ഒന്നല്ലേ കൊടുത്തുള്ളൂ, എൻ്റെ ഒക്കെ 2-3 കൊടുത്തില്ലല്ല. ഈ പറഞ്ഞതുണ്ടല്ല അതെ ഷെറി കേൾക്കണ്ട. പിന്നെ ആദ്യം നോക്ക്, ഇമ്മി ഷെറി എന്ത് പറഞ്ഞാല് ഈ പോവാൻ നിൽക്കരുത് കേട്ടാ. എന്നോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്ക്. പോയിട്ടുണ്ടെങ്കിലേ നമ്മൾ തോറ്റു പോവും. ഞാൻ എന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയാണ് എൻ്റെ ഏട്ടത്തിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുള്ളിൽ വെറും വിഷമാണ്. മനസ്സിലായില്ലേ? പിന്നെ അതല്ല, അവർക്കൊരു വിചാരമുണ്ട്. അവരെന്താ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവരൊന്നും തിരിച്ച് പറയൂല, അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്. അതൊക്കെ ഈ മാറ്റി. ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്ത് കേട്ടാ. ഇനി ഇങ്ങനെ പോവാൻ നിൽക്കരുത്. ഇല്ല റീനോ, ഇനി ആദ്യം എങ്ങോട്ടും പോകൂല. എൻ്റെ മൂത്താപ്പയും മൂത്തമ്മയും എല്ലാവരും എനിക്ക് എല്ലാം പറഞ്ഞു തന്ന്.
എനിക്ക് ദേഷ്യം വന്നപ്പോഴേ അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായപ്പോൾ എനിക്ക് പറ്റിപ്പോയതാണ്. ഇനിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ആവർത്തിക്കൂല. പിന്നെ തെറ്റിൻ്റെ അടുത്ത് തന്നെയാണ് മഹർ ഊരിച്ച് പോയേന്. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ അടുത്തൊരു തെറ്റുമില്ല. ഷെറിൻ ഇവിടെ ചെയ്തത് എന്താണെന്നുള്ളതേ എനിക്ക് നല്ല അറിയാലോ. ഇനി അവരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പെരുമാറേണ്ടത് എങ്ങനെയെന്നുള്ളത് എനിക്ക് നല്ല അറിയാം. പക്ഷെ ചവിട്ടി മെതിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വെറുതെ നിൽക്കൂല. ഇവിടുന്ന് ഇറങ്ങിപ്പോവൊന്നുമില്ല. പക്ഷേ ഈ ആദിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, ഇന്ന് എനിക്ക് കോളേജില്ല തോന്നുന്നില്ലേ? എന്നാൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടിട്ടേ നമുക്ക് അടുക്കളയിൽ പോവാം. ഇന്നൊന്ന് സഹായിക്കണ്ട, എൻ്റെ കൂടെ ഒന്ന് കമ്പനിക്ക് നിന്നാൽ മതി. ഇന്ന അടുക്കളയിൽ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഷെറി ഇമ്മ എന്തായാലും എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ വെറുതെ ചൊറിഞ്ഞ് ഓരോന്ന് പറയും. ഇമ്മ വന്നിട്ടെങ്കിലും ഷെറി എന്തായാലും പറയും. ഞാൻ വരുന്ന വരവിലേ ഇപ്പനെ കണ്ടിരുന്നു. ആ ബെസ്റ്റ്, ഈ വന്ന പാടന്നെ അടുക്കളയിൽ കയറുകയാണേ. ആരോടൊപ്പം ഞാൻ ഈ പറഞ്ഞിടത്തൊക്കെ. അല്ലടി, അഫ്സലേക്ക് എവിടേക്കാ പോയത്? ഞാൻ രാവിലെ കുറേ വിളിച്ച്, ആള് ഫോണെന്നെ എടുത്തില്ല. ആളെവിടേക്കാ പോയത്? ഇക്ക എവിടെ പോവാന്? ഇക്ക എവിടേക്കും പോയിട്ടില്ല. ഇക്ക ഇവിടുന്ന് രാവിലെ പോയതാണ്. ചായ പോലും കുടിച്ചിട്ടില്ല മോളെ. ആളങ്ങാടി ഉണ്ടാവും. ചിലപ്പോ ഈ വരുന്നതും കണ്ടിട്ടുണ്ടാവും. അതേതാ മുതലെന്നുള്ളത് എനിക്കറിയൂല മോളെ. ഈ കാണാൻ കിടക്കണുള്ളൂ എൻ്റെ അക്കാൻ്റെ ഓരോരോ സ്വഭാവങ്ങൾ. പക്ഷെ ആള് പാവാട്ടാ. ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്ങാണ്ടേ ഈ അതിനിക്കാൻ്റെ നെഞ്ഞത്ത് കയറണ്ട. ആള് പാവാണ്. ഈ പോയിട്ടേ എന്തോരം വിഷമിച്ചെന്നറിയാം. എൻ്റെ അഫ്സലിക്കാൻ എൻ്റെ കൈക്ക് കിട്ടും. അഫ്സലിക്കെന്നല്ല എന്നോട് വിളിച്ചിട്ടേ ഭയങ്കര ഭീഷണിയായിരുന്നു. ആ ഭീഷണിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ചെല്ല്, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഇന്ന് വായ മോള് ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ടേ അടുക്കളയ്ക്ക്. അടുത്ത യുദ്ധം അവിടെയാണല്ലോ. വാ. എന്തൊക്കെ സഹിക്കേണ്ടി വരുവാണോ ഞാൻ ഈ വീട്ടിൽ.